ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ചാറ്റാണ്. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ പോവുകയാണ്. സോ ഇന്ന് എൻ്റെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണാം. ഇല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ല അവൾ ദാരിദ്ര്യം വന്ന് പറയുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ അതൊന്നും വേണ്ട. എന്തായാലും ഓക്കെ. അപ്പോൾ എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട് കുറച്ച് പേരൊക്കെ എനിക്ക് നല്ലപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റയിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ടാവും ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ ഹസ്ബൻഡിനെ ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന റീൽസ് അല്ലേ. അപ്പോൾ എല്ലാവരുടെ വിചാരം മാരേജ് കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ അതിൽ 2K ലിസ വൈബ്സ് നട്ടണത്. അപ്പോൾ 2K ലിസ വൈബ് എന്നായതുകൊണ്ട് തന്നെ 2K ഇതാണ് പറഞ്ഞിട്ട് ഒത്തിരി പേരിങ്ങനെ ഹേറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വിചാരം എന്താ, ഒരാൾ വന്ന് പറയുക നിങ്ങൾ ഈ 2K പിള്ളേർ MDMA അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിച്ച് നടക്കുന്നവരാണ്, അതൊക്കെ എന്താ കഴിച്ചിട്ടാണോ വന്ന് നീ വീഡിയോസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എന്ത് പറയുക, ടോട്ടലി അങ്ങോട്ട് തളർന്നു പോകും. കാരണം എല്ലാവരും എന്നെ കാണുന്നത് ഈ ചിരിച്ച മുഖത്തോടായിട്ടാണ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ പലവരും ചോദിക്കലും ഉണ്ട്, എങ്ങനെയാണ് നീ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണത്, പിള്ളേരെ നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി വീഡിയോയും ചെയ്ത്, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ചിരിച്ചമൊക്കെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചിരിച്ച് വീഡിയോസ് എടുക്കും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖം നിങ്ങൾ കാണുന്നില്ല. അതായത് അത്രയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും പിന്നീട് ഞാൻ ഇൻസ്റ്റയിൽ എല്ലാം റിവീൽ ചെയ്തു. ഹസ്ബൻഡ് ഉണ്ട്, കൊച്ചുങ്ങളുണ്ട്, ഇതൊക്കെ എല്ലാം ഞാൻ ഇത് ചെയ്യും. കാരണം ഇനിയിപ്പോൾ ഈ ഒരു കുറ്റം 2K ആയതുകൊണ്ട് തന്നെ, അതായത് 2000 തൊട്ട് ജനിച്ചവരൊക്കെ 2K ആണെന്നുള്ള ആ ഒരു മൈൻഡ്, അവരൊക്കെ ഒരു ജാതി സ്വഭാവമാണെന്ന് ചില ആൾക്കാർ 90s 80s ഒക്കെ അങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ 2K ആണെങ്കിലും എല്ലാ ആളുകളും അങ്ങനത്തെ സ്വഭാവം ആവണമെന്നില്ലല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നു മനുഷ്യരാണ് നമ്മൾ. സോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് നമുക്ക് തന്നെ വന്നടിക്കും. കർമ്മ ഇസ് റിയൽ. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മളെന്ത് ചെയ്തോ അത് നമുക്ക് തന്നെ വന്നടിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, നീ അഭിനയിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്താണ് അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിച്ചാൽ പോലും നിങ്ങൾക്ക് എന്താ, എനിക്കതാണ് ചോദിക്കാനുള്ളത്. അഭിനയം വേറെ, ജീവിതം വേറെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം നമ്മൾ ഫോണിൽ ഒരു റീൽസ് എടുത്തിട്ട് അഭിനയിക്കും, നല്ലപോലെ അഭിനയിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് ആ അഭിനയം ആയിരിക്കില്ല, അവരുടെ ലൈഫ് അത് വേറെ ലെവലിലാവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അത് നമ്മൾ കാണുന്നവർക്ക് അറിയില്ല എന്ന് മാത്രം. നമ്മൾ കാണുന്നവരെന്താ, അവർ സന്തോഷിച്ചിട്ടുള്ള വീഡിയോ, നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളാരും ചിന്തിക്കുന്ന പോലുമില്ല അല്ലേ. വേറെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഓരോരുത്തരും നമ്മളോട് വന്നിട്ട് ഓരോന്നും പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഉള്ളിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ഒരു മേഖലയിൽ ഞാൻ വരാൻ കാരണം എന്താണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ. ഇപ്പോൾ 2 പിള്ളേരാണ്, ചെറിയ കൊച്ചുങ്ങൾ. എനിക്ക് ഇവരെ വെച്ചിട്ട് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം 2 പേരും ചെറിയ മക്കളാണ്. 2 പേരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ജോലിക്ക് പോകും. കാരണം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നല്ല കറക്റ്റായി ചെയ്യുന്നത് വേണം. ബാക്കിയൊക്കെ ദൈവം. ഞാൻ പാതി ദൈവം പാതി എന്നല്ലേ. എനിക്ക് തോന്നുന്നു മുഴുവനായിട്ട് നമ്മൾ തന്നെ ചെയ്യണമെന്ന്. ദൈവം ഒന്നും വന്നിട്ട് ഒന്നും ചെയ്യില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ദൈവത്തെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏത് ദൈവത്തെ വിശ്വസിക്കണം എന്ന് എനിക്കറിയില്ല, എന്നാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് താനും. അപ്പോൾ ഏതാ ദൈവം എന്ന് ചോദിച്ചാൽ അതെനിക്കും അറിയില്ല.
അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയായി സന്തോഷമായിട്ട് പോകേണ്ടതാണ്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം, വളർന്ന സാഹചര്യം, അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ സങ്കടമായി കഷ്ടപ്പെട്ട് ഒക്കെയാണ് വളർന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ച്, അതായത് ഞാൻ ഉണ്ടായി 2 മാസം കഴിയുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ജനിച്ച് 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ മരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ അമ്മ തന്നെയാണ് വളർത്തിയതും കാര്യങ്ങളൊക്കെ. അമ്മമ്മയാണ് എന്നെ നോക്കിയത്, നല്ല പോലെ മനസ്സിലാക്കിയത്. പിന്നീട് ഒരു ദിവസം ഇവർ അമ്മയും എന്നോട് പറയുക ചെയ്തത് നിന്റെ അച്ഛൻ മരിച്ചു പോയത്. അപ്പം എനിക്കറിയായിരുന്നു അത്. പിന്നെ ഞാനത് പിന്നെ അവരോട് കാണിച്ചില്ല, അറിഞ്ഞതായി ഭാവിച്ചില്ല ഞാൻ അവരോട്. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്ത് പറയാനാ, വിധി. അപ്പം ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആ ഒരു ലാളന വാത്സല്യം കിട്ടാതെ വളർന്ന ഒരു മകളാണ് ഞാൻ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഗായ്സ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണമെന്നുണ്ട്. അതിന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനിവിടെ പറഞ്ഞ് നിർത്തുന്നു. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് വെക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത നല്ല അടിപൊളി വീഡിയോസായിട്ട് വരും. അതുവരെ